നമസ്കാരം. ധാന്യ സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് വെൽക്കം, സ്വാഗതം. 2026 കേരള PSC ഇന്ത്യൻ ഭരണഘടന എന്ന ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. 2026 ചോദിച്ച ചോദ്യങ്ങളും 2025 ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് വീഡിയോ. ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്നാമത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നും അല്ല. ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയ മാതൃക ഏതായിരുന്നു? ഹാരോഡ് ഡോമർ മോഡലാണ്. ഹാരോഡ് ഡോമർ മോഡലാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയ മാതൃക ഏതാണ്? ഹാരോഡ് ഡോമർ മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, അടുത്ത ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കി അതിനകം വേഗം നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. എയും ബിയും സിയും വേണമെങ്കിൽ എഴുതിയിട്ടത് മാർക്ക് ചെയ്ത് വേണമെങ്കിൽ പോവാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ആണ്? ആൻസർ ഓപ്ഷൻ സി, ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ആൻസർ ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ. അടുത്ത ചോദ്യം, ഒരു രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? ഒരു രൂപ നോട്ടിൽ ആരുടെ ഒപ്പ് ആണുള്ളത്? ആൻസർ ഓപ്ഷൻ എ, ധനകാര്യ സെക്രട്ടറി. ധനകാര്യ സെക്രട്ടറി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ധനകാര്യ സെക്രട്ടറി. ഒരു രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? ധനകാര്യ സെക്രട്ടറി. ധനകാര്യ സെക്രട്ടറി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നും അല്ല. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാമല്ലേ? ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതി ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കുവാനും സ്ഥിരതാമസമാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നവരോട് നൽകുന്നു. ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കുവാനും സ്ഥിരതാമസമാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്ന ഏത് ആർട്ടിക്കിളിലൂടെയാണ് നമുക്ക് ലഭിക്കുക? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 19(1)(e) ആണ്. ആർട്ടിക്കിൾ 19(1)(e) പ്രകാരം, ആർട്ടിക്കിൾ 19(1)(e) പ്രകാരം ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കുവാനും സ്ഥിരതാമസമാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ആർട്ടിക്കിൾ 19(1)(e) പ്രകാരം ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കുവാനും സ്ഥിരതാമസമാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ്, ആരുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, കേന്ദ്ര സർക്കാർ. അവശിഷ്ടാധികാരങ്ങൾ, റെസിഡ്യൂറി പവേഴ്സ്, അവശിഷ്ടാധികാരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
അവശിഷ്ടാധികാരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്നവ പ്രകാരം സ്ഥാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി, ഫെഡറൽ സംവിധാനം, ഫെഡറൽ കോടതി ഇനി പറയുന്ന പ്രകാരമാണ് സ്ഥാപിച്ചത്. ആൻസർ ഓപ്ഷൻ ബി, 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കപ്പെട്ടത്. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരം, ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ആക്ട് അല്ലേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഇന്ത്യ ഗവൺമെൻറ് ആക്ട് 1935 അത് പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കപ്പെട്ടത്. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരം ആണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കപ്പെട്ടത്. നെക്സ്റ്റ് വൺ, 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറഞ്ഞ ശുപാർശകൾ പരിഗണിക്കുക. ശുപാർശകൾ വായിക്കാം നമുക്ക്. ഒന്നാമത്തത്, ഇതിൻ്റെ ആൻസർ അല്ലേ, ആൻസർ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. ഓക്കെ, 1, 2, 3, 4 ശരിയാണ്. അതെല്ലാം ഓക്കെ കണ്ടില്ലേ. നാലാമത്തത്, അപ്പോൾ 1977 നിയമിതമായതാണേത്? അശോക് മേത്ത കമ്മിറ്റി. 1977 നിയമിതമായതാണെന്ത്? അന്ന് രൂപീകരിക്കപ്പെട്ടതാണ്, 1977 രൂപീകരിക്കപ്പെട്ടതാണ് അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, അതിൻ്റെ ശുപാർശകൾ അതെന്തൊക്കെ പറയുന്നുണ്ട്? അശോക് മേത്ത കമ്മിറ്റി എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നാമത്തേത്, നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ ശുപാർശ ചെയ്തു. അശോക് മേത്ത കമ്മിറ്റി അന്നുണ്ടായിരുന്ന ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. അതുപോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തവും ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ജില്ല എന്ന് പറയുന്നത്. ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യത്തെ തലമായി ജില്ലകൾ. ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അല്ലേ, അതിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ കൂടി വന്നങ്ങ് പറഞ്ഞു പോയി. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ അറിയാം, ആൻസർ കമൻറ്റ് ചെയ്തോളൂ അല്ലേ. കഴിഞ്ഞ ആൻസർ എന്തായിരുന്നു? ജ്ഞാനേഷ് കുമാർ. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു. ഒന്നാമത്തെ 2-3 പ്രസ്താവനകളുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, നിയമത്തിന് മുന്നിലുള്ള തുല്യത. 2, ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിൻ്റെ അഭാവവും. അവശ്യ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിയോഗം. എക്സിക്യൂട്ടീവിന് അനിയന്ത്രിതമായ വിവേചനാധികാരം. ഇതിൽ പ്രകൃതി നീതിയുടെ തത്വം ഏതൊക്കെയാണ്? ഉറപ്പ് കൊടുക്കുന്ന എന്താണ്? പ്രകൃതി നീതിയുടെ തത്വം ഉറപ്പ് കൊടുക്കുന്നത് എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് കൊടുക്കുക. നിയമത്തിന് തുല്യമുള്ള അല്ലേ, എല്ലാവർക്കും തുല്യത വേണം എന്നുള്ളതും, അതുപോലെ തന്നെ ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിൻ്റെ അഭാവവും അല്ലേ, പക്ഷപാതം ഇല്ലാതിരിക്കുക. ന്യായമായ വാദം കേൾക്കാം, ന്യായമായ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം, പക്ഷപാതം ഇല്ലാതെ. എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്, ന്യായമായത് മാത്രമേ കേൾക്കാവൂ, പക്ഷപാതം അവിടെ പാടില്ല. സിമ്പിളായില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷേമരാഷ്ട്രം എപ്പോഴും ഇനി പറയുന്നവയ്ക്കുള്ള ഒരു മാർഗമായി ന്യായീകരിക്കപ്പെടുന്നു. ക്ഷേമരാഷ്ട്രം അല്ലേ, തോർക്കുമ്പോൾ നമ്മൾക്ക് വരുന്നത് എങ്ങനെയാണ് അല്ലെ, നിർദ്ദേശത്വങ്ങളിലേക്കാണ് പോവുക. ക്ഷേമരാഷ്ട്രം ഇനി പറയുന്ന
ഒരു മാർഗം അല്ലേ? ഏത് ന്യായീകരിക്കപ്പെടുന്നു? ഏതാണ് ന്യായീകരിക്കപ്പെടുക? ക്ഷേമരാഷ്ട്രം എന്ന് പറയുമ്പോൾ ഏതാണ് ന്യായീകരിക്കപ്പെടുക? ആൻസർ ഓപ്ഷൻ സി അല്ലേ? എല്ലാവർക്കും കുറഞ്ഞ ജീവിത നിലവാരം ഉറപ്പാക്കുക, വിതരണ സമത്വം പ്രോത്സാഹിപ്പിക്കുക, സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കുക. ക്ഷേമരാഷ്ട്രം എന്ന് പറയുമ്പോൾ അതാണ് ഏകദേശം. ക്ഷേമരാഷ്ട്രം കറക്റ്റായിട്ടൊക്കെ പഠിക്കണം അല്ല. ഗാന്ധിജിയുടെ സങ്കല്പമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ പിന്നെന്താണ്, നിർദ്ദേശ തത്വങ്ങൾ വഴി ഉൾക്കൊള്ളിച്ചിരുന്ന പങ്കുമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുക. അതൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിക്കണം. ഓക്കെ. സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ആരാണ്? സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യത്തെ ശുപാർശ നൽകിയത് ലോകായുക്ത. ആൻസർ ഓപ്ഷൻ എ ഒന്നാമത്തതാണ്. ഭരണപരിഷ്കരണ കമ്മീഷൻ 1964 രൂപീകരിച്ച ഭരണപരിഷ്കരണ കമ്മീഷനാണ് സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ കൊടുത്തത്. ഭരണപരിഷ്കരണ കമ്മീഷൻ 1964 രൂപീകരിച്ച ഭരണപരിഷ്കരണ കമ്മീഷനാണ് സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ശുപാർശകൾ കൊടുത്തത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണത്തിൽ 3 പ്രധാന മാറ്റസാധ്യതകൾ ICTകൾ നൽകുന്നു. ഏതൊക്കെയാണ്? ഭരണത്തിൽ 3 പ്രധാന മാറ്റസാധ്യതകൾ ICTകൾ കൊടുക്കുന്നു. ഏതൊക്കെയാണത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓട്ടോമേഷൻ, ഇൻഫോർമാറ്റൈസേഷൻ, പരിവർത്തനം. ഓട്ടോമേഷൻ, ഇൻഫോർമാറ്റൈസേഷൻ, പരിവർത്തനം എന്നിവയാണ് ആ 3 മാറ്റസാധ്യതകൾ. ഒരു ഭരണത്തിൽ ഓട്ടോമേഷനെന്നും ഇൻഫോർമാറ്റൈസേഷനെന്നും അതുപോലെ പരിവർത്തനമെന്നും 3 സാധ്യതകളാണ് നമ്മളവിടെ കണ്ടുവരുന്നത്. എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ ഇവ ഉൾപ്പെടുത്തുന്നു. എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിന് ഇവ ഉൾപ്പെടുത്തുന്നു. ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം 4ഉമാണ് ശരി. ഒന്നാമത്തത്, രണ്ടാമത്തത്, 4ാമത്തതും ശരിയാണ്. എക്സിക്യൂട്ടീവിന് മേലുള്ള എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നൊക്കെ ഉണ്ടല്ലോ, അത് 3 ഭരണ സംവിധാനത്തിൽ. അതിൽ എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? പാർലമെൻ്ററി കമ്മിറ്റികൾ ഉൾപ്പെടുന്നു. ചോദ്യോത്തര സമയവും 0 മണിക്കൂർ ഉൾപ്പെടുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കലും രൂപപ്പെടുന്നുണ്ട്. എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ എക്സിക്യൂട്ടീവ് സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ. NFHS ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമായി ഉള്ള നോഡൽ ഏജൻസി ഏതായിരുന്നു? നോഡൽ ഏജൻസി. ആൻസർ ഓപ്ഷൻ ബി ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്, IIPS. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെ ഇനി പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചു. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 to 14 വയസ്സാണ്. ഇനി പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചു. ഏതൊക്കെ രീതിയിലൂടെയാണത് ആ സംഭവം അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം. ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 21A ചേർക്കൽ മൂലവും അതുപോലെ 45ലേക്കുള്ള ഭേദഗതി മൂലവും അതുപോലെ 86ാം ഭരണഘടനാ ഭേദഗതി മൂലവുമാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കുന്നത്. നമ്മളത് 3ഉം പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് 3ഉം എഴുതാൻ പറ്റും. ആർട്ടിക്കിൾ 21A ചേർക്കൽ മൂലം, ആർട്ടിക്കിൾ 45ലേക്കുള്ള ഭേദഗതി 45, 86ാം ഭേദഗതി പ്രകാരം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഓക്കെ. ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. ഇതിൽ സാമ്പത്തിക ശാസ്ത്രവും കൂടി ഞാൻ ആഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി
ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? PC മഹലനോബിസ് എന്ന സയൻറ്റിസ്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. അദ്ദേഹത്തെ പറ്റി 1, 2, 3 പ്രസ്താവന ശരിയാണ്. ഇത് സാമ്പത്തിക ശാസ്ത്രം എന്ന ഭാഗത്തു നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, പൊളിറ്റീഷ്യനും ഇതൊക്കെ ഏറ്റവും ടഫസ്റ്റ് നമുക്ക് ഒരാൾക്ക് തോന്നാവുന്ന പോർഷൻസ് അല്ലേ. അപ്പോൾ മഹലനോബിസ് നോക്കാം. കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് സാഖ്യ കേട്ടോ. സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. PC മഹലനോബിസിൻ്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിൽ മുന്നോട്ട് വെച്ചു. 2ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം PC മഹലനോബിസ് എന്ന് ഓർത്തിരിക്കാം. 1 ആരായിരുന്നു? ഹാരോഡ് ഡോമർ മോഡലാണ് വരുന്നത്. അവിടുത്തെ പദ്ധതി പങ്കുവഹിച്ച ആരാണ്? അവിടെ KN രാജാണ്. മാതൃക ഹാരോഡ് ഡോമർ മോഡൽ 1ാം പഞ്ചവത്സര പദ്ധതി. അതിൻ്റെ പദ്ധതി പങ്കുവഹിക്കുന്ന ആരാണ്? KN രാജാണ്. അതിൻ്റെത് അത് ആമുഖം പദ്ധതി തയ്യാറാക്കുന്നത് KN രാജാണ്. 2 പറയുമ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതിക്കകത്ത് ആരാണ്? PC മഹലനോബിസാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു വെച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ സൈമൺ ജോൺസൺ. ഓപ്ഷൻ ഡി സൈമൺ ജോൺസൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ എത്രയാണ്? എന്താണ് ചോദ്യം? ഇനിയും പിന്നോക്ക വിഭാഗക്കാർക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം, പിന്നോക്കക്കാർക്ക് അനുകൂലമായൊരു ആർട്ടിക്കിൾ ഏതുവഴിയാണ് കൊടുത്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 16(4). 16(4) ഇവിടെ പിന്നോക്ക വിഭാഗങ്ങൾക്കാണ്. ഓക്കെ, പിന്നോക്ക വിഭാഗങ്ങൾക്കാണ്. അത് ഓർക്കുക അല്ലേ. അവർക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14 ആണോ? 16(4) 16(4) വിവേചനാധികാരം 16(4). ഓക്കെ, അവസര സമത്വമൊക്കെ 16 വരിക. ഇവിടെ സംരക്ഷിത വിവേചനം കൊടുക്കുക പിന്നോക്കക്കാർക്ക്, അത് 16(4). അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന അതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏതൊക്കെയാണ്? റിട്ടുകളും ലക്ഷ്യങ്ങളുമുണ്ട്. തെറ്റായത് ഏതൊക്കെയാണ്? തെറ്റായ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3ാമത്തത്. ശരി, നോക്കാം നമുക്കൊന്നല്ലേ. മാൻഡമസ് എന്ന് പറയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ പുറപ്പെടുവിക്കുന്ന കൽപ്പന അല്ലെ റിട്ടാണെന്ത്? മാൻഡമസ്. ഓർഡർ ഇടുന്നത് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ അയാൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന ഓർഡറാണെന്ത് അല്ല റിട്ടാണെന്ത്? മാൻഡമസ്. കോ വാറൻറ്റോ ഒരു വ്യക്തി അർഹതയില്ലാത്ത അർഹതയില്ലാത്ത വാക്ക് ഇത് പഠിച്ചു വെക്കുക. കോ വാറൻറ്റോ അർഹതയില്ലാത്ത ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കാവുന്ന റിട്ടാണെന്ത്? കോ വാറൻറ്റോ എന്ന കോ വാറൻറ്റോ ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്തിരിക്കുമ്പോൾ കൊടുക്കുന്നതാണെന്ത്? കോ വാറൻറ്റോ ഇല്ലേ. അപ്പോൾ അടുത്തതോ ഹെബിയസ് കോർപ്പസ് എന്തായിരുന്നു? അനധികൃത തടങ്കലിനെതിരെ ഒരാളെ തടങ്കലിൽ പാർപ്പിക്കുമ്പോൾ കിരീടം ഹാജരാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന റിട്ടാണെന്ത്? ഹെബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ മാൻഡമസ് എന്ന പോയിന്റ് ശരിയാണ് പഠിക്കാം, കോ വാറൻറ്റോ ശരി പഠിക്കാം, ഹെബിയസ് കോർപ്പസ് പഠിക്കാം. തടങ്കലിൽ വെച്ചിരിക്കാന്നൊരു വാക്ക് ഹിൻറ്റുണ്ടാവും, കിരീടം ഹാജരാക്കാവുന്നൊരു ഹിൻറ്റുണ്ടാവും. ഇവിടെ ആർക്ക് കാണുന്നുണ്ട്? ഹെബിയസ് കോർപ്പസ് എന്ന് കാണാറുണ്ട് എപ്പോഴും. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഇവരാരാണ്? ആൻസർ ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തർപ്രദേശ് ആൻഡ് തെലങ്കാന. ആൻസർ ഓപ്ഷൻ സി, ഉത്തർപ്രദേശ് ആൻഡ് തെലങ്കാന. ആൻസർ ഓപ്ഷൻ സി, ഉത്തർപ്രദേശ് ആൻഡ് തെലങ്കാനയ്ക്കാണ് ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ളത്. ദ്വിമണ്ഡല നിയമസഭകൾ ഉത്തർപ്രദേശ് ആൻഡ് തെലങ്കാന. അടുത്തൊരു ക്വസ്റ്റ്യൻ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, PK തുങ്കൻ കമ്മിറ്റി. അല്ലേ, തദ്ദേശം എന്ന് കേൾക്കുമ്പോഴേ തുങ്കനിലേക്കാണ് എപ്പോഴും ഓടിയെത്തുക. PK തുങ്കൻ കമ്മിറ്റി. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശ പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് കിട്ടിയുള്ളത്? ആർട്ടിക്കിൾ 19 ബൈ എത്ര എണ്ണം ഉണ്ടായിരുന്നു? അല്ലേ, എത്ര അവകാശങ്ങൾ ഉണ്ട്? 19(1) അങ്ങനെ കേൾക്കാറില്ല. അങ്ങനെ എത്ര എണ്ണം ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് നോക്കാം. എത്ര എണ്ണം ഉണ്ട് അങ്ങനെ? ആർട്ടിക്കിൾ 19 ഏതൊക്കെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് നമ്മൾക്ക് ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, 6 എണ്ണം. ആൻസർ ഓപ്ഷൻ ബി, 6 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 6 തരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമുക്ക് ഉണ്ട്. അല്ലേ, 6 തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമുക്കുണ്ട്. സ്വാതന്ത്ര്യം. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 3 രീതിയിൽ. ഓപ്ഷൻ ബി, 3 രീതിയിൽ. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗം ആകാൻ വേണ്ടി വരുന്ന അവശ്യ യോഗ്യതകൾ? ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന അവശ്യ യോഗ്യതകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1-മത്തതും അതുപോലെ 3-മത്തതും. അല്ല, 3-മത്തത്. എല്ലാം കൂടെ കുളമായി. ആൻസർ ഓപ്ഷൻ ബി, 1-മത്തത്, 3-മത്തത്. ഇന്ത്യൻ പൗരനായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ കമ്മീഷൻസ് ആണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 കമ്മിറ്റികൾ. ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മീഷൻ. ഇത് 3ഉമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് 3ഉം തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേവല ഭൂരിപക്ഷ സമ്പ്രദായം സിമ്പിൾ മജോറിറ്റി എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? കേവല ഭൂരിപക്ഷ സമ്പ്രദായം സിമ്പിൾ മജോറിറ്റി എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്,
ഒന്നും രണ്ടുമാണ് അല്ലേ. ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ അനുയോജ്യമായത്, ബാക്കി രണ്ടെണ്ണം അല്ല. അനുയോജ്യമല്ലാത്തവ ചോദിച്ചിട്ടുള്ള നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 2, 3 അല്ല. അപ്പോൾ കേവല ഭൂരിപക്ഷ സമ്പ്രദായം, സിമ്പിൾ മജോറിറ്റി അല്ലേ, മജോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. ഒരു പാർട്ടിക്ക് വോട്ടിംഗ് ലഭിക്കുന്നു അല്ലേ, അതിനൊരു ശതമാനം, അതിനേക്കാൾ ഉണ്ട് അവിടെ ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. അതായത് ഒരു പ്രദേശത്തില്ലെങ്കിൽ ഒരു ചുറ്റുപാടുമുള്ള ആൾക്കാർ 3-4 പേര് ജയിക്കുമ്പോൾ അല്ലേ, അവരുടെ വോട്ടുകളുടെ എണ്ണം കുറവാണ്, പക്ഷേ ലഭിക്കുന്ന അല്ലെങ്കിൽ ജയിക്കുന്ന ആളുകൾ കൂടുതലാണ്. അതായത് ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനം അതിനേക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. സീറ്റുകൾ എത്ര എണ്ണമുണ്ട്, എത്ര സീറ്റുണ്ട്, സീറ്റുകളാണ് കൂടുതൽ അല്ലേ. പക്ഷെ വോട്ടിങ് കുറവാണെങ്കിലും സീറ്റുകൾ കൂടുന്നുണ്ട്. അതാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം, സിമ്പിൾ മജോറിറ്റി എന്ന് പറയുക. ലഭിക്കുന്ന സീറ്റുകൾ, അതായത് ജയിക്കുന്ന സീറ്റുകൾ എണ്ണം കൂടുതലാണ്. ഓക്കെ, അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നും അല്ല എന്നുള്ളതാണ് ചോദ്യത്തിന്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? മൂന്നാമത്തെ ഭാഗമാണ് അല്ലേ, ഭരണഘടനയുടെ മൂന്നാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ വരിക. 12 to 35 ആർട്ടിക്കിൾസ് ആണ് അതിൽ വരിക അല്ലേ. 12 മുതൽ 35 വരെ ആണ് വരിക. പ്രധാനപ്പെട്ട ഒരു സംഭവം കൊടുത്ത് എന്താണ് ആ ഒരു മൗലിക അവകാശങ്ങൾ വരുന്നത് നമുക്ക് എന്ത് പറയാം? 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം എടുത്ത് നീക്കിയിട്ടുണ്ട് അല്ലേ, അത് ഓർത്തിരിക്കുക. 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം നീക്കിയിട്ടുണ്ട്. ഈ ഒരു മൗലികാവകാശത്തിൻ്റെ ഭാഗമായി വരുന്ന സംഭവമാണ്. മൗലികാവകാശം ഏതൊക്കെ വരും നമുക്ക്? 1 സമത്വമാണ്, 2 സ്വാതന്ത്ര്യം, അത് ചൂഷണം, മതസ്വാതന്ത്ര്യം, സാംസ്കാരിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങൾ, അതുപോലെ ഭരണഘടനാ പ്രതിവിധി 32-ലുള്ളത്. അപ്പോൾ അതൊക്കെയാണ് അത്രയും അല്ലേ, ഒരു 6 എണ്ണമൊക്കെ നമുക്ക് വരുന്നുണ്ട്. സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസത്തിനുള്ള അല്ലേ, അതിനുവേണ്ടി ഭരണഘടനാ പ്രതിവിധി 32-ാമത്തത്. ഓക്കെ, 12 to 35 ആർട്ടിക്കിൾസ് വരുന്നത്. മൂന്നാമത്തെ ഭാഗം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂന്നാമത്തെ ഭാഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അവിശ്വാസ പ്രമേയം, നോ കോൺഫിഡൻസ് മോഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? നോ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 ശരിയല്ലാത്ത പ്രസ്താവന. 1, 3 ശരിയല്ലാതെ വരുന്ന പ്രസ്താവനകൾ. 1, 3 ശരിയല്ല. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അവിശ്വാസ പ്രമേയം കണ്ടിട്ടില്ല? അവിശ്വാസ പ്രമേയം നോ കോൺഫിഡൻസ് മോഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. അവിശ്വാസ പ്രമേയം അവിടെ നിയമസഭയിൽ ഉന്നയിച്ചു കേൾക്കാറില്ലേ? അപ്പോൾ അതിൻ്റെ ഇത് ശരിയല്ലാത്ത എന്താണ്? അപ്പോൾ ശരിയായ പ്രസ്താവന ഇവിടെ ഉണ്ടല്ലേ. അതായത് അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. അതായത് സഭയിൽ, ഒരു സഭയിലേക്ക്, ലോക്സഭ ഏതില്ല, രാജ്യസഭ, നിയമസഭയിലൊക്കെ ആണെങ്കിൽ തന്നെയും അവിടെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. അടുത്തത്, മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഭരണകൂടത്തിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നുണ്ട് ഏത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മുടെ ഭരണകൂടത്തിൻ്റെ അധികാരം നിയന്ത്രിക്കുന്നു. കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നവയാണെന്ത്? മൗലിക അവകാശങ്ങൾ. കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നവയാണെന്ത്? മൗലിക അവകാശങ്ങൾ. കോടതി മുഖേന കോടതിയിൽ കൊടുത്താൽ അല്ലേ, അത് സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണം, വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം,
ഭരണഘടനാ പ്രതിവിധിയൊക്കെ അതിൽ വരുന്നതല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്താൽ നമുക്ക് കോടതി മുഖേന അത് സ്ഥാപിച്ച് കിട്ടുന്നു. അതാണ് ഭരണകൂടത്തിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നുണ്ട് അല്ലേ, നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കോടതി മുഖേന ഈ മൗലികാവകാശം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് കോടതി മുഖേന സ്ഥാപിച്ചെടുക്കാൻ പറ്റും. അതുപോലെ മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയുടെ വിദേശ പൗരന്മാർക്ക് ലഭ്യമായ അവകാശമാണ്. ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്ക് പോലും ലഭ്യമായ അവകാശമാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ ചിലർക്ക് എന്നുള്ളതാണ്. ഓക്കെ, ആർട്ടിക്കിൾ 14 അല്ലേ പറയുന്ന തുല്യരാണെന്ന് പറയുന്നുണ്ട്. 15 വിവേചനം പാടില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, 16 എന്ന് പറയുമ്പോൾ എന്താണ്, അവസര സമത്വമാണ് പറയുക. 17 അൺടച്ചബിലിറ്റിയാണ് പറയുക. സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ 356. 356. സംസ്ഥാനത്തെ ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? 356 വകുപ്പ് പ്രകാരം. 356 വകുപ്പ് പ്രകാരം നമ്മുടെ ഭരണകൂടത്തെ രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാൻ അധികാരമുണ്ട്. 356 വകുപ്പ് പ്രകാരം രാഷ്ട്രപതിക്ക് നമ്മുടെ സംസ്ഥാന ഭരണകൂടത്തിനെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട് അല്ലേ. രാഷ്ട്രപതിക്കുള്ള പവറുണ്ട് നമ്മുടെ സംസ്ഥാന ഭരണകൂടത്തെ, സംസ്ഥാന നിയമസഭാ ഭരണകൂടത്തെ അതിനെ പിരിച്ചുവിടാൻ. ഏത് പ്രകാരം? നമ്മുടെ ഭരണഘടനാ വകുപ്പിൽ അങ്ങനെയുണ്ട് പറയുന്നുള്ളത് കൊണ്ടാണ് അല്ലേ. രാഷ്ട്രപതിക്ക് ആ ഒരു അധികാരമുണ്ട്. എത്രാമത്തെ വകുപ്പാണത്? 356 വകുപ്പ് പ്രകാരമാണ് അധികാരം രാഷ്ട്രപതിക്ക് ഉള്ളത്. നമ്മുടെ സംസ്ഥാന ഭരണകൂടത്തെ പിരിച്ചുവിടാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നമ്മുടെ ഭരണഘടനയിൽ കൊടുത്തിട്ടുണ്ട്. അതേത് വകുപ്പ് പ്രകാരമാണ്? 356 പ്രകാരം. അപ്പോൾ രാഷ്ട്രപതിക്ക് 356 കയ്യിലുണ്ടെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തെ പിരിച്ചുവിടാം. അതിന് മറ്റു പല ഓപ്ഷൻസ് മറ്റു പലതും ഉണ്ട് അവിടെ. ഓക്കെ, പിരിച്ചുവിടാം, പക്ഷേ മറ്റു പല നിബന്ധനകൾക്കും പാലിച്ചേറ്റായിരിക്കും. ചുമ്മാ അതങ്ങ് വിടാനൊന്നും പറ്റില്ലല്ലോ. തക്കതായ റീസൺസ് ഒക്കെ ഉണ്ടാവണമെന്നും കൂടി, ചുമ്മാ ഒക്കില്ലെന്നും കൂടി ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ എന്തുണ്ട്? ഒരു വകുപ്പുണ്ട്. ഇത് 356 വകുപ്പ് പ്രകാരം നമുക്ക് രാഷ്ട്രപതിക്ക് സംസ്ഥാന ഭരണകൂടത്തെ പിരിച്ചുവിടാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത്, സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അല്ലേ, അതൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഏത് വകുപ്പിലാണ്? 300A. ആൻസർ ഓപ്ഷൻ ബി 300A അല്ലേ. അതായത് 300Aയിലാണ് ഇപ്പോൾ അത് ഉൾപ്പെടുത്തിയേക്കുന്നത്. 44-ാം ഭേദഗതി 1978 അല്ലേ, 44-ാം ഭേദഗതി പ്രകാരം അല്ലേ മൗലികാവകാശങ്ങളുടെ ആ ഒരു പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തിനെ എടുത്ത് നീക്കി. ഇപ്പോൾ ഇത് എവിടെ ആയിരുന്നു? 31-ലായിരുന്നു നേരത്തേത്. ഇപ്പോൾ ഇത് എവിടേക്ക് മാറി? 300Aയിലേക്ക് മാറ്റിയിരിക്കുന്നു. 300Aയിലേക്കാണത് മാറ്റിയേക്കുന്നത്. ഓക്കെ, മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ സി 4A. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതിന് വേറൊരു പേരും കൂടി അല്ലേ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇങ്ങനെ പഠിക്കണം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമകളാണിത്. 4Aയിലാണ് വരിക. 4Aയിലാണ് വരുന്നത്. നാല് എന്ന് പറയുമ്പോൾ അല്ലേ അതിൻ്റെ 42, 44 അതുപോലുള്ള ഭാഗത്തേക്കാണ് വരിക. 52 ഒക്കെ വരുന്നത് അതിനകത്താണ്. ആർട്ടിക്കിൾസ് വരുന്നത് മൗലിക കടമകളിലാണ്. മൗലിക കടമകൾ. ഓക്കെ,
ഇവിടെ മൗലിക കടമകൾ അല്ലേ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയുടെ ഏത് ഭാഗത്തുനിന്ന് ചോദിക്കുന്ന നമുക്ക് എന്താ ആൻസറാണ്? 4A ഉൾപ്പെട്ടിരിക്കുന്നത് അല്ലേ. ഇവിടുത്തെ ആർട്ടിക്കിൾ പക്ഷേ ഏതാണ്? ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ മൗലിക കടമകൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലേ, FD ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? 51A ആണ് ആർട്ടിക്കിൾ. ഓക്കെ, 51A ആണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A ആണ്. അങ്ങനെയാണെങ്കിൽ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ വന്ന വർഷം 1976 വരുന്നത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തുന്ന വർഷം ഏതാണ്? 1976 ഉൾപ്പെടുത്തി വെക്കുന്നത്. 76 ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഏത് ഭാഗമാണ്? 4A ആണ്. ആർട്ടിക്കിൾ ഏതാണ്? 51A ആണ്. പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A ആണ് പ്രതിപാദിക്കുന്നത്. ഇത് മൗലിക കടമകൾ കടമെടുത്ത് വിടുന്ന നമ്മൾ കടമെടുത്തിട്ടല്ലേ ചെയ്തേക്കുന്നത്? USSR നിന്നാണ്. USSR. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ്. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? കൺകറന്റ് ലിസ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി, ട്രേഡ് യൂണിയനുകൾ. നെക്സ്റ്റ് വൺ ഒന്ന് ചോദിച്ചു നോക്കാം. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അറിയാം. ആൻസർ ഓപ്ഷൻ സി ആണ്, ആന. ഒരു ക്വസ്റ്റ്യൻ, FPTPയുടെ പൂർണ്ണരൂപം എന്താണ്? FPTPയുടെ പൂർണ്ണരൂപം എന്താണ്? FPTPയുടെ പൂർണ്ണരൂപം. ആൻസർ ഓപ്ഷൻ ബി, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നാണ് അതിൻ്റെത്. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വ്യാപാരം വാണിജ്യമാണ് ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 338B ആണ്. 338B ആണ്. ഓക്കെ, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ വായിക്കാം അല്ലേ. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രിമാരുടെ 12 കുറയാൻ പാടില്ല. രണ്ടാമത്തത്, ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ അംഗങ്ങളുടെ ആകെ അംഗങ്ങളുടെ 10% കവിയാൻ പാടില്ല. അടുത്തത്, മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 164(2) അനുച്ഛേദമാകുന്നു. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉദ്യോഗം വഹിക്കാവുന്നതാണ്. ഇത് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്ന് എഴുതണം. എല്ലാം ശരി പ്രസ്താവനയാണ്, അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. ഓക്കെ, എല്ലാം ശരി പ്രസ്താവനയാണ്. ഓക്കെ, എല്ലാം ശരി പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉദ്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം. ഉദ്ഭവാധികാരത്തെക്കുറിച്ച്, സുപ്രീം കോർട്ടിൻ്റെ ഉദ്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ ഏതാണത്? അനുച്ഛേദം 131 ആണ്. സുപ്രീം കോർട്ടിൻ്റെ ഉദ്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 131. സുപ്രീം കോർട്ടും ഫെഡറൽ കോർട്ടിൻ്റെ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, HD ദേവഗൗഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരായിരുന്നു? HD ദേവഗൗഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, AK ഗുജ്റാൾ. രണ്ട് ക്വസ്റ്റ്യനും കൂടി. കേരള സംസ്ഥാനത്ത് സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചതെന്നാണ്? ആൻസർ ഏതാണ്? സാമൂഹ്യ നീതി വകുപ്പ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത്, നിലവിലെ
കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കെ എബ്രഹാം മാത്യു. അപ്പോൾ ഇതുകൊണ്ട് 2026 ചോദിച്ചിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ്റെത് 25 നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്തതിനായി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉണ്ടാവും. താങ്ക് യു വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ നല്ല കമൻസുകളൊക്കെ എഴുതിക്കൊള്ളും. മോശം കമൻസ് ആയാലും നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. നന്നായി പഠിക്കുകയും ചെയ്യുക, എഴുതി പഠിക്കുക. സംശയമുള്ളത് എഴുതി വെക്കണം. ഓക്കെ, പഠിക്കാൻ പ്രയാസമുള്ളത് എഴുതി വെച്ചിട്ട് അത് പഠിക്കണം, പിന്നീട് ഭാഗം നോക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി യു.